പക്ഷികളോട് നേരം മിണ്ടാതിരിക്കാൻ പറയേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും കൂടിയുള്ളൂ കസ്തൂരി മഞ്ഞൾ ഈ വർഷത്തെ. അപ്പം ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പിന്നെ ഒരു 3 ദിവസം കൂടി എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത് കഴിയുമ്പോൾ മഴ വരും. ജൂൺ 4 മഴ തുടങ്ങുന്നതാണ് കാലാവസ്ഥാ പ്രവചനം. അതില്ലെങ്കിൽ ഒരു 5-നൊക്കെ ആകുമ്പോഴത്തേക്കും മഴ തുടങ്ങും. അതിനു മുമ്പ് നമുക്ക് ഇത് മുഴുവനും അരിഞ്ഞ് ഉണങ്ങി പൊടിച്ചെടുക്കണം. അപ്പം ഒരു ട്രിപ്പ് ഞാൻ കഴുകിയിട്ടേക്കുന്നതാണ്. ഒന്നുകൂടി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടിട്ട് ഉണങ്ങി അത് വേഗം അരിഞ്ഞുണങ്ങി ഞാൻ പൊടിച്ചെടുക്കും. അപ്പോൾ വളരെ ലിമിറ്റഡേ ഉള്ളൂ. ഇതിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇപ്പോൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കസ്തൂരി മഞ്ഞളുടെ വിത്തായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പറയണം കേട്ടോ. ഇന്ന് തന്നെ ഓർഡർ തരണം. 3 ദിവസത്തിനുള്ളിൽ ഞാനിത് 1/2 കിലോയുടെ പാക്കറ്റായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 1/2 കിലോയിൽ 1 കിലോ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ രീതിക്ക്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തരാം. ഇത്രയും കൂടി ഉള്ളൂ. ഇതിൽ ബാക്കിയുള്ളത് ഞാൻ വേഗം ഉണങ്ങിയെടുക്കും. പിന്നെ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. ജനുവരി ഫെബ്രുവരി അടുത്ത വർഷം മഴക്കാലമൊക്കെ കഴിഞ്ഞ് എന്നിട്ടേ നമുക്ക് വിത്തും പൊടിയും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു 2 ആഴ്ചയും കൂടി എൻ്റെ പൊടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ മേടിച്ച് വെച്ചോളൂ, സ്റ്റോക്ക് ചെയ്തോളൂ. ഞാനെന്തായാലും 1-2 കിലോ എടുത്ത് വെക്കും. നമുക്ക് വർഷക്കാലം മുഴുവൻ വേണം, അടുത്ത വർഷം വരെ വേണം. ബാക്കിയുള്ളത് ഞാൻ എത്രയും പെട്ടെന്ന് തരാം. അപ്പോൾ അത് പറയാനാണ് പ്രധാനമായിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മുടെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങൾ. പിന്നെ ഇന്നലെ രാത്രിയൊക്കെ ഇരുന്ന് കുറേ ഞങ്ങൾ പാക്ക് ചെയ്ത് 3 പേരും കൂടി ഇപ്പം ഞങ്ങളത് കൊണ്ടു കൊടുക്കാൻ പോവാണ്. കൊറിയറിലേക്ക് കൊണ്ടു കൊടുക്കണം. പിന്നെ വന്നിട്ട് അടുത്ത കുറേ പാക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മുടെ അടുത്തുനിന്ന് കുറേ പേര് കസ്തൂരി മഞ്ഞളിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ കറിമഞ്ഞൾ കുറുക്കുമിനൊക്കെ അടങ്ങിയ വളരെ ശുദ്ധമായ കറിമഞ്ഞൾ ഞങ്ങൾ തന്നെ കഴുകി ഉണങ്ങി പൊടിച്ച് എടുക്കുന്നതാണ് നമ്മളുടെ തന്നെ. അപ്പം ആ കുറുക്കുമിനടങ്ങിയ ശുദ്ധമായ കറിമഞ്ഞൾ വേണ്ടവർ എന്തായാലും മേടിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ബെനിഫിറ്റ് അത്രയും കൂടും. ഒറിജിനലാണ് നമ്മൾ മഞ്ഞൾ കഴിക്കുന്നത്. മഞ്ഞളുടെ ഗുണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ശുദ്ധമായ ഈ കുറുക്കുമിൻ മഞ്ഞൾപ്പൊടി ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് ശരീരത്തിലെ കോശങ്ങൾക്കുണ്ടാകുന്ന നീരുവീക്കം കുറയ്ക്കും. ആൻറ്റി ക്യാൻസറാണ്. ക്യാൻസർ വരാതിരിക്കാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ്. കുറുക്കുമിൻ നമ്മുടെ ബ്ലഡിലേക്ക് മൊത്തമായിട്ട് അബ്സോർവ് ചെയ്യപ്പെടണമെങ്കിൽ അത് ബ്ലാക്ക് പെപ്പറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. കുരുമുളകിൽ പെപ്പറൈൻ എന്നൊരു ഘടകമുണ്ട്. ഇത് കുറുക്കുമിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ കറികളിൽ കുറുക്കുമിൻ ചേർക്കുന്നു, മഞ്ഞൾ ചേർക്കുന്നു, ആ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നതാണ് ഉത്തമം. ഞാൻ പറഞ്ഞില്ലേ ടർമറിക് ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന്. ആൻറ്റി ഓക്സിഡൻറ്റ് അതായത് ഓക്സിഡേറ്റീവ് ഡാമേജ് എന്നൊരു പ്രതിഭാസമുണ്ട്. ഇതുകൊണ്ടാണ് ഏജ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ കീഴടക്കുന്നത്, 100 അസുഖങ്ങൾക്ക് കാരണമാകുന്നതും. ഇവിടെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിൽ എത്തേണ്ടത്. ഈ ആൻറ്റി ഓക്സിഡൻറ്റ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന ചിലതരം മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അത്തരം ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ആനിമൽ ആൻഡ് സെല്ലുലാർ സ്റ്റഡീസ് വെളിപ്പെടുത്തുന്ന ശാസ്ത്രീയ പഠനം എന്ന് പറയുന്നത് കുർക്കുമിൻ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകുന്നതിനെ ബ്ലോക്ക് ചെയ്യുമെന്ന് കൂടിയാണ്. ഇനി ഇതിലും വലിയ പ്രത്യേകത കേൾക്കണോ? കുർക്കുമിൻ ക്യാൻ ബൂസ്റ്റ് ബ്രെയിൻ ഡെറിവേഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ എന്നാണ് പറയുന്നത്. അതായത് ഡിപ്രഷൻ കുറയ്ക്കാൻ, മറവിരോഗം കുറയ്ക്കാൻ, അങ്ങനെ 100 അസുഖങ്ങളെ കുറയ്ക്കാൻ കഴിവുള്ള വിധത്തിൽ ന്യൂറോട്രോഫിക് ഫാക്ടറിനെ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ, ബ്രെയിനെ സഹായിക്കാൻ പോലും ഈ കുർക്കുമിന് കഴിയുമെന്നാണ്. മറ്റൊരു കാര്യം കേൾക്കണോ? ബ്രെയിനിലൊരു ഹോർമോണായ BDNF അതിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ കുർക്കുമിൻ സഹായിക്കും. ഇത് പുതിയ ന്യൂറോൺസിൻ്റെ ഗ്രോത്തിനെ സഹായിക്കും. അപ്പം ഇതുകൊണ്ട് തന്നെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ശരീരത്തിലേക്ക് പടരുന്ന പലവിധ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഈ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഫാക്ടറുകളൊക്കെ സഹായിക്കും. പിന്നെ വാദസംബന്ധമായ രോഗം, വേദന കുറയ്ക്കും, ഹാർട്ടിൻ്റെ ആരോഗ്യം നന്നായിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും, മറവി രോഗം വരാതിരിക്കാൻ സഹായിക്കും, നേരത്തെ പറഞ്ഞല്ലോ ക്യാൻസർ, ഡിപ്രഷൻ വരെ കുറയ്ക്കാൻ എന്ന് വേണ്ട നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെ മാറ്റും. അതായത് നല്ല ഒറിജിനൽ കുർക്കുമിൻ ശരീരത്തിൽ എത്തിയാൽ സ്കിൻ കളർ വൈറ്റ് ആകും. എങ്ങനെയെന്നറിയാമോ? കുർക്കുമിൻ മെലാനിൻ പ്രൊഡക്ഷൻ ഓവർ ഉണ്ടാകുന്നത് ശരീരത്തെ കുറയ്ക്കും. നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഡാർക്ക് കളർ കൊടുക്കുന്നത് മെലാനിൻ എന്ന ഒരു വസ്തുവാണ്, രാസഘടകമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം മെലാനിൻ കൂടുതലുണ്ടാകുന്നു അത്രയും ഡാർക്ക് സ്കിന്നായിരിക്കും. അത് കുറച്ചനുസരിച്ച് നമ്മുടെ ഡാർക്ക് സ്കിൻ മാറി വൈറ്റ് സ്കിന്നിലേക്ക് മാറി മാറി വരികയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം കേൾക്കണോ? കുർക്കുമിൻ അടങ്ങിയ മഞ്ഞൾ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ അത് റെഡ്നെസ് കുറയ്ക്കും, ബ്ലെമിഷസ് കുറയ്ക്കും, എക്സിമ, അതുപോലെ സോറിയാസിസ് പോലെയുള്ള സ്കിൻ രോഗങ്ങളെ കുറയ്ക്കും അല്ലെങ്കിൽ തടയും. മുഖക്കുരുവിൻ്റെ പ്രശ്നം മാറാൻ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടിയുള്ള മഞ്ഞൾ അത്ഭുതം കാണിക്കും ശരീരത്തിലെത്തിയാൽ എന്നാണ് വാസ്തവം. അപ്പോൾ ഇത്രയും ഗുണങ്ങളൊക്കെയുള്ള ഒറിജിനൽ കുർക്കുമിൻ അടങ്ങിയ മഞ്ഞളാണോ നമ്മൾ മേടിച്ച് കഴിക്കേണ്ടത്? അതേ വിഷങ്ങൾ മാത്രം അടങ്ങി കളറും മണവും ഒക്കെ ആക്കിയിട്ട് കമ്പനിക്കാരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആണോ നമ്മൾ കഴിക്കേണ്ടത്? നിങ്ങൾ തീരും.
മഞ്ഞളിന്റെ കാര്യം. ഇനി നമ്മുടെ ഈ ഒരു ചുക്ക് കാപ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഔഷധ കാപ്പിയാണ്. അതിൽ കോഫി പൗഡർ അല്ല അടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറേ ഔഷധങ്ങൾ, അതായത് കരിഞ്ചീരകം, അയമോദകം, നമ്മുടെ ഏലക്ക, ചുക്ക്, കുരുമുളക്, പനിക്കൂർക്ക, തുളസി, അങ്ങനെ വേണ്ട കുറേ സാധനങ്ങൾ, തിപ്പലി ഒക്കെ അടങ്ങിയ നമ്മുടെ ഔഷധ കാപ്പിയാണ്. ശരിയായ അളവിലടങ്ങി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം. അത് അത്രയും നല്ല ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുവരും. നമ്മുടെ ഹെൽത്ത് നോക്കിയാണല്ലോ നമ്മൾ ഓരോ സംഗതിയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഗുണങ്ങളുള്ളതാണ്. അതിൻ്റെ ചില കാര്യങ്ങൾ സ്ത്രീകളിൽ മെൻസസ് പ്രോബ്ലത്തിൽ ഏറ്റവും ആശ്വാസമാകുന്ന തിപ്പലിയും വാത, കഫ, പിത്ത ദോഷങ്ങളെ അകറ്റുന്ന ഒന്നാണ് തിപ്പലി എന്ന് പറയുന്നത്. ദഹനത്തിന് മികച്ച വിത്താണ് അയമോദകം. ഗ്യാസ്, അസിഡിറ്റി മാറ്റുന്ന, കുടലിൻ്റെ ആരോഗ്യത്തിന് മികച്ച ആയുർവേദ വിത്തായ അയമോദകം കിഡ്നിക്കും ലിവറിനും ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ്. അയൺ സമ്പുഷ്ടമായ അയമോദകം ഉൾപ്പെടുത്തിയ ഔഷധ കാപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിരിക്കുന്നത്. മേടിച്ചുപയോഗിച്ച് അതിൻ്റെ ഗുണം നേടുക. അതുപോലെ കരിഞ്ചീരകം, തുളസി, പനിക്കൂർക്ക, ഏലക്കായ, കുരുമുളക്, അങ്ങനെ എത്രമാത്രം ഔഷധങ്ങൾ ഉൾപ്പെടുത്തിയാണ് തികച്ചും സേഫായി ഉപയോഗിക്കാവുന്ന ഈ ഔഷധ കാപ്പി നമ്മൾ റെഡിയാക്കിയിരിക്കുന്നതെന്നോ. ഇത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ. ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ഇനി അടുത്ത വർഷം ആകും കേട്ടോ. അപ്പം ഇന്ന് തന്നെ തരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ നമുക്ക് അയച്ചു തരാം. 2-3 ദിവസം മഴ കൊണ്ട് നിൽക്കണം. അതുകൊണ്ട് കഴിയേണ്ട ആവശ്യമില്ല. നമ്മളുടെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. കസ്തൂരി മഞ്ഞളൊക്കെ നമ്മൾ ഇഞ്ചി മഞ്ഞളൊക്കെ പറിക്കുമ്പോൾ തന്നെ മണ്ണിൽ നിന്ന് പറിക്കുമ്പോൾ അത്യാവശ്യത്തിൽ പൊടിയും മണ്ണും ചെളിയൊക്കെ ഉണ്ടാകും കേട്ടോ. അത് 3-4 വട്ടം വെള്ളത്തിൽ കഴുകി നമ്മൾ ഇതുപോലെ എടുത്തിട്ടേക്കുന്നതാണ്. ഇത് ഇനി ശുദ്ധമായ വെള്ളത്തിൽ 1 വട്ടം കൂടി നന്നായിട്ട് കഴുകിയിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുക. അരിയുന്നതിന് മുമ്പ് 1 വട്ടം കൂടി നമ്മൾ കഴുകിയെടുക്കും, എന്നിട്ട് അരിയും. അങ്ങനെയാണ്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വെയിലത്തിട്ട് ഉണങ്ങി എടുത്തിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് കാണിച്ചു തരാം. കഴുകാത്തതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മൾ 2-3 വട്ടം കഴുകിയിട്ടിരിക്കുന്നതും ഇത് കഴുകാത്തതുമായ കസ്തൂരി മഞ്ഞളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടാൻ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡയറക്റ്റ് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ചെറുതായിട്ട് മുളയൊക്കെ വന്നു തുടങ്ങിയതാണ്. ഇപ്പോൾ നടേണ്ട സമയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ മുളച്ചെടുക്കുന്നത്. ഇനി ഇത് 3-4 വട്ടം കഴുകിയെടുത്ത് പിന്നെ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴുകിയിട്ടാണ് നമ്മൾ അരിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ടാണ് നമുക്ക് ഉണങ്ങിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ബട്ടർ റോസൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഇങ്ങോട്ടേക്കൊന്നും എനിക്ക് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറേ തിരക്കായതുകൊണ്ട് എൻ്റെ ചെടികൾക്കിടയിലൊക്കെ ഇഷ്ടം പോലെ കളകളൊക്കെ നിറഞ്ഞ് അങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി ഈ മഴക്കാലം വരെ ഞാൻ എന്തായാലും കസ്തൂരി മഞ്ഞളുടെ പരിപാടിയിൽ മുങ്ങിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീടും പരിസരമൊന്നും ഒരുപാട് കാണിക്കാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. കുറച്ചും കൂടിയൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ് എനിക്കെപ്പോൾ ഇഷ്ടം. നമ്മുടെ പച്ച ചാമ്പ കണ്ടപ്പോൾ കുറേ പേരെന്നോട് ചോദിച്ചിരുന്നു ഇതിൻ്റെ തൈ വേണമെന്ന്. അടുത്ത വർഷം എൻ്റെ തൈകളുണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും, കഴിഞ്ഞ വർഷമൊക്കെ ഒരു 10,000 എണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ കോഴിക്കോട് ഇപ്പം റെഡിയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുറേയൊക്കെ കോഴികൾ കൊത്തി തിന്നുമായിരിക്കും, എങ്കിലും ഇഷ്ടം പോലെ മുളയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടംപോലെ നമ്മുടെ തക്കാളിയും മുളകും വഴുതനങ്ങയും ഒക്കെ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷേ അത്രയൊന്നും കറി വെക്കാൻ എനിക്ക് പറ്റുന്നില്ല, കാരണം കുറേ സമയത്തിൻ്റെ കുറവുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ ഒരുപാടുണ്ടാകുന്നു. നമ്മൾ തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ കൊടുക്കും. അങ്ങനെയൊക്കെയാണ്. ഒരു പുതിയ റോസാപ്പൂ, എന്ത് രസമുള്ള കളറ്. പാമ്പ് കൊമ്പൊന്നുമില്ല എൻ്റെ മേ, നോക്ക്. ഓരോ റോസുകൾ വിരിയുമ്പോൾ അതിന് ഭയങ്കര ഒരു ഭംഗിയാണ് അല്ലേ. ഓരോ റോസയും വിരിയുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നോക്കും, എത്ര ദിവസം നിൽക്കും, അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷൻ ഫ്രൂട്ടും കാര്യങ്ങളും പക്ഷികളും അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് അത്യാവശ്യം ഉച്ചവരെയൊക്കെ നല്ല വെയിലുണ്ട്. പക്ഷേ ഇവിടെ ഉച്ച കഴിയുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ കൊടും മഴയാണ് കേട്ടോ. ആലിപ്പഴമൊക്കെ വീഴുന്ന മഴകളാണ് കണ്ടോ. ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആയി, 2:30-3 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും സിറ്റുവേഷൻ ആകെ മാറി. ഭയങ്കരമായിട്ടൊരു കാറ്റൊക്കെ അടിക്കുന്നു. കാറ്റൊക്കെ അടിച്ച് നല്ല വലിയ മഴ പെയ്യുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. ഞങ്ങൾ ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാവുകളൊക്കെ എങ്ങനെ അഴിച്ചു വിടും കേട്ടോ. ഭയങ്കരമായിട്ട് ഇണങ്ങി ഇവരെല്ലാവരും നമ്മളോട്. എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവർ ഓരോ ജോഡികളും മുട്ടയിടുമ്പോഴും ഞങ്ങളത് വിരിയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കും. പുതിയ കുഞ്ഞുങ്ങൾ വരുമ്പം അത് അപ്പനെ അമ്മേനെ പോലെ തന്നെയാണോ, അങ്ങനെയൊക്കെ നോക്കലാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിനോദം. പിന്നെ അവർ വളരുന്നതും അവരുടെ എല്ലാ രീതികളും ഇതെല്ലാം കണ്ട് രസിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ പോലെയാണ് ഇപ്പം നമ്മളുടെ പ്രാവുകൾ. ഒരുപാട് പ്രാവുകളായിട്ടോ. അതാ നന്നായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട്.
ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയപ്പോൾ മനോഹരമായ കുറച്ച് വാചകങ്ങൾ കണ്ടു. പ്രണയം നിങ്ങളെ ശ്വാസം മുട്ടിക്കുന്നുവെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. നിങ്ങളെ കരയിക്കുന്ന സൗഹൃദങ്ങളെ കൈവിട്ട് കളയുക. നിങ്ങളൊന്നുമല്ലെന്ന് ഒരുവിടുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരിൽ നിന്ന് തിരിഞ്ഞു നടക്കുക. ശരിയെന്ന് ബോധ്യമുള്ള നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോവുക. ഒരു കുഞ്ഞു പുഞ്ചിരിയെങ്കിലും മറ്റുള്ളവർക്ക് സമ്മാനിക്കുക. നിങ്ങളെ സ്വീകരിക്കുന്ന ഇടങ്ങളിൽ കയറി ചെല്ലുക. നിങ്ങളെ എല്ലാ കുറവുകളോടും കൂടി ഉൾക്കൊള്ളുന്നവരുടെ കൈകോർത്ത് നടക്കുക. നിങ്ങൾ എന്നും നിങ്ങളായിരിക്കുക. അതുമാത്രമാണ് നിങ്ങളുടെ ജീവിതം. വളരെ ശരിയെന്ന് തോന്നുന്ന ചില വാചകങ്ങളാണല്ലേ. ഇത്തരം മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പം ഏറ്റവും രസം എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് എല്ലാ ജോലികളൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും തീർന്ന് മഴ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ വീണ്ടും പുറകുവശത്തുള്ള സീനറികളൊക്കെ കാണാനാട്ടോ. നല്ല രസം. അവിടെ ഒറ്റയ്ക്കാണെങ്കിലും ഇങ്ങനെ പോയി നിന്നിങ്ങനെ കാണാൻ. എന്നിട്ട് നല്ലൊരു കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഔഷധ കാപ്പിയുണ്ട്. അതൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. മിക്കപ്പോഴും ലൈറ്റ് പോകും. അപ്പോൾ നമുക്ക് വേറൊരു വർക്കും ചെയ്യാൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ മഴ ആസ്വദിക്കാനുള്ളതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം മഴ കാണാൻ നമ്മുടെ വീട്ടിൽ ബാക്ക് സൈഡിലേക്ക് വരിക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ജനലിൻ്റെ ആ ഒരു വശമുണ്ട്. ചില്ലിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നോക്കിയാൽ ലോങ്. അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക. ജീവിതം മനോഹരമായിരിക്കും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞാൽ നമ്മളോട് കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ പരിഗണിക്കുന്നത് നമ്മളുടെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും തന്നെയാണ്. ചുറ്റുമുള്ള പൂക്കളും ചെടികളും പക്ഷികളും ബാക്കി നമ്മൾ വളർത്തുന്ന മൃഗങ്ങളും അങ്ങനെയുള്ളവരും പ്രകൃതിയുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുക. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര മനോഹരമായിരിക്കും നമ്മുടെ ജീവിതം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിയാണ്. പണ്ട് നമ്മൾ സ്കൂളിൽ പോയതും അങ്ങനെ മഴ നനഞ്ഞ് വരുന്നതും വീട്ടിൽ വന്നു കഴിയുമ്പോൾ നല്ല പുഴുക്കും ചായയും ചൂടോടെയൊക്കെ തരുന്നതും അങ്ങനത്തെ കുറേ ഓർമ്മകളാണ് മിക്കപ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ പഴയ കാലങ്ങളിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. നല്ല രസമാണ്. കുറേ നേരം ഇവിടെ നിന്ന് മഴയൊക്കെ കാണും. മിക്കപ്പോഴും ഇത്രയും വയനാട്ടിൽ കിടക്കുന്ന എനിക്ക് പോലും വീണ്ടും ഈ മഴ കാണാൻ തോന്നുകയാണെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ ഒരുപാട് മരുഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തൊരു അനുഭവമായിരിക്കും ഇതുപോലൊരു മഴയും കാര്യങ്ങളും ഒക്കെ അല്ലേ. അതുകൊണ്ടാണ് കുറേ പേരെന്നോട് പറഞ്ഞു മഴയൊക്കെ എടുത്തിടണമെന്ന്, കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പോൾ ഞാൻ ഓർക്കും ഓക്കെ, അവർക്ക് അത്രയും കൊതിയുണ്ടാവും. എനിക്കും അറിയാം. ഞാനും കുറേ കാലം പുറമെയൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മഴ കാണാനും പച്ചപ്പ് കാണാനും നമ്മുടെ വീട്ടിൽ നിൽക്കാനും ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞ് ആ ഒരു മഴക്കാലം എൻജോയ് ചെയ്യാൻ ഭയങ്കര കൊതിയാണ് നമുക്കല്ലേ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളും ഔഷധ കാപ്പിയും കറിമഞ്ഞളും അങ്ങനെ ഏതൊക്കെ ആവശ്യമുണ്ടോ എത്രയും പെട്ടെന്ന് ഓർഡർ തന്നോളൂ. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് തന്നെ നമ്മൾ നമ്മുടെ ഹണിയുടെ സെയിൽ കൂടി തുടങ്ങും. ഒറിജിനൽ ഹണി നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മേടിക്കാം. അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഞാൻ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ ശരി, ടാറ്റാ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ.